പിണറായി വിജയനെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യനാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്ക് നോവും, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ നുണകളെ തുറന്നു കാട്ടും. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പാർട്ടി ജനങ്ങളുമായി സഹകരിച്ച് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ വിശ്വാസത്തിലെടുത്ത് വർദ്ധിത കരുത്തോടുകൂടെ കൂടുതൽ മുന്നേറ്റത്തോടുകൂടെ തന്നെ യാത്ര അപങ്കുരം തുടരും. ഒരു സംശയവും വേണ്ടതില്ല. നിലമ്പൂർ MLA ന്യായമാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയപ്പോൾ ആ കാര്യങ്ങൾ ആരുയർത്തുന്നു എന്നതിനപ്പുറം ആ വിഷയത്തിൽ മെറിറ്റുണ്ടോ എന്ന് പരിശോധിച്ച നടപടിയിലേക്ക് നീങ്ങിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം. ഇവിടെ ഇരിക്കുന്ന പല സഖാക്കന്മാർക്കും സൈബർ കടന്നലായിരുന്നല്ലോ, അമ്പൂക്കയായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന PV അൻവർ. ഇപ്പോഴെന്താ PV അൻവർ സ്വർണം പൊട്ടിക്കലിന്റെ ആളാണ്. PV അൻവർ ഇപ്പോ കോൺഗ്രസിന്റെ പാരമ്പര്യം പേറുന്നവരാണ്. എന്തൊക്കെയാണ് ഇപ്പോ എന്താ മാറ്റം? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങളെ കൂടെ നിന്നാൽ ഏത് വിഷവും അമൃതായി മാറും. എന്നാൽ അവർ പുറത്തിറങ്ങിയാലോ അവർ കാളകൂട വിഷം. ഇതല്ലേ നിങ്ങളുടെ സമീപനം? നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ? നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പിൽ ഇത്തരം അക്രമവാസനകൾ ഇപ്പോഴും മുദ്രാവാക്യങ്ങളായി നിൽക്കുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിൽ രാഷ്ട്രീയ പ്രശ്നമല്ല, അതിൽ ക്രിമിനൽ മെന്റാലിറ്റിയാണ് പ്രകടമാക്കപ്പെടുന്നത്. ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ എന്നാണോ വിളിക്കുന്നത്? ഇവരാണോ ഇവിടെ പാവപ്പെട്ടവർക്കും ഇവിടെ അക്രമത്തിനിരയാകുന്നവർക്കും കൂടെ നിൽക്കുന്നത്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഇന്ത്യയിൽ RSS ഈ കാലയളവിൽ 1 കോടി രൂപ തലയ്ക്ക് വിലകിട്ട ആ കൊള്ളാവുന്ന RSS വിരുദ്ധനായ മുഖ്യമന്ത്രി ഏതാ? അങ്ങ് പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാ. ആ പേരാണ് പിണറായി വിജയൻ. കേട്ടല്ലോ? അദ്ദേഹത്തെയാണോ നിങ്ങൾ RSS പട്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തെയാണോ നിങ്ങൾ BJPയുടെ അനുചരനാക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നേരിട്ട് RSS നേതാവിന്റെ മുമ്പിൽ പോയി മുട്ടിലെഴുന്നില്ലേ? RSS നേതാവിന്റെ മുമ്പിൽ പോയി ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി മുട്ടിലെഴിഞ്ഞ നേതാവിന്റെ പേരാരാ? 2024 ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കണോ? ആ നേതാവിന്റെ അനുചരനാണ്, അണിയായിട്ടാണ് അങ്ങ് ചർച്ചയിൽ വന്നിരിക്കുന്നത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. അങ്ങേക്ക് ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ തടസ്സപ്പെടുത്തി അങ്ങയുടെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന അത്ര സമയമെടുത്തുകൊണ്ടുള്ള അങ്ങയുടെ പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കോൺഗ്രസുമായി ചർച്ച തുടർന്നു. ഇനി ഒരു നിമിഷം MG കോളേജിൽ ബോംബെറിഞ്ഞ RSSകാരുടെ കേസ് പിൻവലിച്ചു കൊടുത്ത നിങ്ങൾക്കില്ലേ RSS ബന്ധം? എന്നിട്ടാണോ നിങ്ങൾ വന്നിരുന്നിട്ട് ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിലെ പോലീസ് RSS ആയി അത്രേ, ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിൽ ഒരു അവിശുദ്ധ സഖ്യം പിറവിയെടുക്കാൻ പോകുന്നു അത്രേ, ഞങ്ങൾക്കൊരു ചുക്കുമില്ല. ഒന്ന് പോടോ. എന്നിട്ട് എന്തുകൊണ്ടാ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാത്തത്? എന്നിട്ട് എന്തുകൊണ്ടാ കേരളത്തിൽ മതനിരപേക്ഷവാദികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? അങ്ങ് മനസ്സിലാക്കണം. അത് കേരളത്തിൽ ശാഖകൾ ഉണ്ടായിട്ടും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മുമ്പോട്ടേക്ക് വരുന്ന ഇടതുപക്ഷം ഈ കേരളത്തിന് കാവൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കയ്യും കാലും വെട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. കയ്യും കാലും വെട്ടുന്ന ഉൾപ്പെടെ ഒരു മനുഷ്യന്റെയും ജനാധിപത്യ വിരുദ്ധമായി അവന്റെ രോമത്തിൽ തൊടുന്നതിനെ പോലും ഞാൻ മനസ്സിലാക്കുന്നു. CPM മാത്രമല്ല, ജനാധിപത്യ രാഷ്ട്രീയ സത്യസന്ധമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അനുകൂലിക്കാൻ സാധ്യതയില്ല. അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അനാവശ്യമായി വെള്ളക്കൊടിയെ തൊട്ടെന്നാൽ വെള്ള പുതച്ച് കിടത്തിയിടുമെന്ന് പറയുന്ന ജനാധിപത്യപരമായ ഒരു മുന്നറിയിപ്പായിരുന്നു ആ മുദ്രാവാക്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെങ്കൊടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വരുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കാം നിലമ്പൂരിലും ഏറനാട്ടിലും അദ്ദേഹത്തിന്റെ പരിസരങ്ങളിലും ഒക്കെ ഇന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്. ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ചോദ്യം ചെയ്യലാണ് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ടെന്നാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ, പാർട്ടിയെ നയിക്കാൻ, സംരക്ഷിക്കാൻ പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത്? അവന്റെ പിറകിൽ ഞാനില്ലടോ, അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. MLA കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല. നിലമ്പൂർ കേരളത്തിലെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായി സത്യസന്ധതയോടുകൂടെ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ കയ്യും കാലും വിട്ടുവന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നുള്ള മുദ്രാവാക്യത്തെ അംഗീകരിക്കുന്നവരാണോ? സുഹൃത്തെ,
ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. ചന്ദ്രശേഖരന്റെ തല പൂക്കുല ചിതറുന്നത് പോലെ റോഡിൽ ചിതറുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ ഈ നാട്ടിൽ. നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കേരളം. അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണം എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. ശ്രീ ജെക്സി തോമസ്, വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും. ആര്യാട മുഹമ്മദിനെ കൊണ്ടുപോയി 80-ല് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? LDF-ന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? CPM-ന്റെ വോട്ട് കൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ? നിലമ്പൂരിൽ തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങൾ? എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ കുഞ്ഞാലി കൊലക്കേസിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ. ഡോക്ടറുടെ മുഖത്തുനിന്ന് ഒരു വിളർച്ച പോലെ. അത് വിളർച്ചയല്ല, മോന്ത വളി. അതുകൊണ്ട് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച നേതാവിന്റെ പേര് VD സതീശൻ എന്നോ K സുധാകരൻ എന്നോ എന്നല്ല. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. 77-ൽ കൂത്തുപറമ്പിൽ ജനസംഘവുമായിട്ട് ചേർന്നുകൊണ്ട് മത്സരിച്ച നേതാവിന്റെ പേര് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ, ഇടതുപക്ഷ സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈദേഹം റിസോർട്ടിനെ കൊണ്ടുവന്ന് നിരാമയ എന്ന BJP-യുടെ ചന്ദ്രശേഖരന്റെ നിരാമയുമായിട്ട് ലയിപ്പിക്കാൻ ബിസിനസിന്റെ പങ്കാളിത്ത കച്ചവടം നടത്തുമ്പോൾ സഖാവേ RSS BJP നേതാവുമായിട്ട് ബിസിനസ് ബന്ധം വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ഡിവൈഎഫ്ഐക്കാരുണ്ടായോ? ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളെ ആദ്യമായിട്ട്. സുരേന്ദ്രൻ പ്രതിയായ പൂക്കൂടയിൽ പണം കടത്തിയ കേസ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു, സംരക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? RSS-നെ സഹായിക്കാൻ. മുഖ്യമന്ത്രി നിങ്ങളുടെ EP ജയരാജൻ RSS ആണ്. നിങ്ങളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതകി ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ? ആ കൊലപാതകയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ പിടിപ്പിച്ചു. സഖാവ് കുഞ്ഞാലിയെ കൊന്നുകളഞ്ഞവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച്. സുധീഷ് മിനിയാരായിരുന്നു, അശോക് മോച്ചിയാരായിരുന്നു, കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ിയുടെ കൊലപാതകയെ കൊണ്ട് ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. ആര്യാടൻ ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിലയക്കാൻ ശ്രമിച്ചവർക്ക്, എന്നെ കേസിൽ പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഒരേ സമയത്ത് ഒരാളെ അല്ല എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വരുന്നത്. ആങ്കർ പറയുന്ന ചോദ്യങ്ങൾക്ക് പറയണം, ആങ്കറുടെ ഇടപെടലുകൾക്ക് മറുപടി പറയണം. കോൺഗ്രസ് പ്രതിനിധിയുടെ പച്ചക്കള്ളങ്ങളെ ഒന്നൊന്നായി തുറന്നു കാണിക്കണം. BJP പ്രതിനിധിയുടെ 100 കണക്കിന് പച്ചക്കള്ളങ്ങളെ ഓരോന്നായി തുറന്നു കാണിക്കണം. അങ്ങനെ പച്ചക്കള്ളങ്ങളെ കുറെ തുറന്ന് കാണിക്കേണ്ട വരുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം മറക്കാം. അത് ഏത് പൊന്നുതമ്പുരാനും മറക്കാം, ഏത് മാധ്യമ പ്രവർത്തകനും മറക്കാം. പിന്നെ നിർത്തിപ്പോടാ, നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ദുരഭിദിഷ്ടമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞാൽ, തെറ്റായ പരാമർശങ്ങൾ നടത്തിയാൽ, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞാൽ അത് പാർട്ടിയുടെ പ്രശ്നമാണ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയനെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യനാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്ക് നോവും, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ ആ നുണകളെ തുറന്നു കാട്ടും. അത് ആർക്കും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. MLA-യുടെ സഖാവിന്റെ ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ഓർക്കുന്ന കുഞ്ഞാലി MLA-യുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത്. അപ്പൊ വെറുതെ ഈ അർദ്ധസത്യങ്ങളുണ്ടല്ലോ, പകുതി കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചൂടോട് കൂടി വിഴുങ്ങി കഴിഞ്ഞാൽ അണ്ണാക്ക് പൊള്ളിപ്പോവും. ജയിക്കേ, അണ്ണാക്ക് പൊള്ളിപ്പോവും. ആളറിഞ്ഞ് കളിക്കട.